വെൽക്കം ബാക്ക് ടു കർമ്മ അക്കാഡമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പീഡ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. RRB, ബാങ്ക്, SSC ഈ മൂന്ന് ഇതിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ചാപ്റ്റർ ആണ് സ്പീഡ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് അതിന്റെ ബേസിക്സിലേക്ക് പോവാം. എന്താണ് സ്പീഡ്, എന്താണ് ഡിസ്റ്റൻസ്, എന്താണ് ടൈം എന്നൊക്കെ. എന്താണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡിന്റെയും ടൈമിന്റെയും പ്രോഡക്റ്റ് ആണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് ബാക്കി രണ്ടെണ്ണത്തിന്റെയും ഇക്വേഷൻസ് നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആയിരിക്കും. അതേപോലെ ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് ആയിരിക്കും വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആണ്. ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ട്രയാങ്കിൾ പോലെ വരച്ചിട്ട് നമുക്ക് ഇതിന്റെ ഇക്വേഷൻസ് പഠിക്കാം. മുകളിൽ ഡിസ്റ്റൻസ് വരും, ഇവിടെ സ്പീഡ് വരും, ഇതിന്റെ ടൈം വരും. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം നമുക്ക് എഴുതാൻ പറ്റും. അതേപോലെ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ, ഇത് നമ്മൾ ഡിവിഷൻ ആയിട്ട് നോക്കും. ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് എന്ന് പറഞ്ഞാൽ ടൈം കിട്ടും. ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പീഡ് കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആണ്. ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ് ആയിരിക്കും വരുന്ന ആൻസർ. ഓക്കെ അല്ലേ? അടുത്തത് നമുക്ക് ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാല് എന്താണ്? ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ അല്ലെങ്കിൽ മീറ്റർ ആയിരിക്കും നമുക്ക് വരുന്ന ഡിസ്റ്റൻസിന്റെ യൂണിറ്റ്. അതേപോലെ തന്നെ ടൈമിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ടൈമിന്റെ യൂണിറ്റ് നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ എടുക്കുന്ന അവറും സെക്കൻഡുമാണ് നമ്മൾ എടുക്കുന്ന യൂണിറ്റ്. മിനിറ്റ്സിലുണ്ട്, മിനിറ്റ്സിലാണെങ്കിൽ നമ്മൾ എന്തിലേക്ക് മാറ്റും? ഒന്നെങ്കിൽ അവറിലേക്ക് മാറ്റും, അല്ലെങ്കിൽ സെക്കൻഡിലേക്ക് മാറ്റും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്പീഡിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ പെർ അവർ ആണ് നമുക്ക് വരുന്ന സ്പീഡിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. അല്ല എങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ സ്പീഡിന്റെ യൂണിറ്റ്. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ അത് നമുക്ക് കിലോമീറ്റർ പെർ അവറിലാണ് നമുക്ക് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മീറ്റർ പെർ സെക്കൻഡിൽ തന്നിരിക്കുന്ന സാധനം കിലോമീറ്റർ പെർ അവറിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് കിലോമീറ്റർ പെർ അവർ. ഓക്കെ അല്ലേ? എങ്ങനെയാണ്? കിലോമീറ്റർ ഡിവൈഡഡ് ബൈ അവർ. ഓക്കെ അല്ലേ? ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 മീറ്റർ ആണ്. ഓക്കെ അല്ലേ? ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ്. ഓക്കെ അല്ലേ? ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡ് ആണെന്ന് നോക്കാം. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. 60 മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 × 60 സെക്കൻഡ്സ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടുത്തെ 2 സീറോയും ഇതിലെ ഒരു സീറോയും ഇതിലെ ഒരു സീറോയും നമുക്ക് ക്യാൻസൽ ചെയ്താൽ അപ്പൊ എന്ത് വരും? 10/6 × 6 എന്നായിരിക്കും നമുക്ക് വരുന്ന ആൻസർ. ഓക്കെ അല്ലേ? 10നെ ഈ ഒരു 6നെ നമുക്ക് 2 വെച്ച് ക്യാൻസൽ ചെയ്യാം. അപ്പൊ എന്ത് വരും? 5 എന്നും 3 എന്നും വരും അല്ലെ? അപ്പൊ എന്താണ്? 5/3 × 6 18 മീറ്റർ പെർ സെക്കൻഡ് എന്നായിരിക്കും നമുക്ക് വരുന്ന ആൻസർ. ഒരു കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ 5/18 മീറ്റർ പെർ സെക്കൻഡ് എന്നായിരിക്കും നമുക്ക് വരുന്ന ആൻസർ. ഓക്കെ ആണോ? അപ്പം നമ്മൾ എഴുതി ഒരു കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ 5/18 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമ്മൾ എഴുതി. ഓക്കെ അല്ലേ? അപ്പൊ കിലോമീറ്റർ പെർ അവറിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യണം. കിലോമീറ്റർ പെർ അവറിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്തെടുത്താൽ മതി? 5/18 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ തിരിച്ച് മീറ്റർ പെർ സെക്കൻഡിനെ നമുക്ക് കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്തെടുക്കണം? 18/5 വെച്ചിട്ട് വേണം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ. ക്ലിയർ ആണോ? കിലോമീറ്റർ പെർ അവറിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്ത് 5/18 വെച്ചും മീറ്റർ പെർ സെക്കൻഡിനെ നമ്മൾ കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് വെച്ചിട്ടാണ്? 18/5 വെച്ചിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്തത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു ക്ലൂ പോലെ നമുക്ക് ഓർത്ത് വെക്കാം. എന്താണ്? ഒരു ക്ലൂ പോലെ നമുക്ക് ഓർത്ത് വെക്കാം. കിലോമീറ്റർ എന്ന് പറഞ്ഞാലും ഒരു വലിയ ക്വാണ്ടിറ്റി, മീറ്റർ എന്ന് പറഞ്ഞാൽ ചെറിയ ക്വാണ്ടിറ്റി ആണ് നമുക്ക് ഓർത്ത് വെക്കാം. അപ്പൊ കിലോമീറ്ററിൽ നിന്നും നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്ക് എന്താണ്? കിലോമീറ്ററിൽ നിന്നും നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വലിയ ക്വാണ്ടിറ്റി, മീറ്റർ എന്ന് പറഞ്ഞാൽ ചെറിയ ക്വാണ്ടിറ്റി നമ്മൾ കൺസിഡർ ചെയ്തിട്ട് എന്താണ്? ചെറിയ സംഖ്യ ആയിരിക്കും നമുക്ക് ന്യൂമറേറ്ററിൽ വരുന്നത്, വലിയ സംഖ്യ ആയിരിക്കും നമുക്ക് എന്ത് വരുന്നത്? ഡിനോമിനേറ്ററിൽ നമുക്ക് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി മീറ്ററിൽ നിന്നും നമുക്ക് വലിയ ക്വാണ്ടിറ്റിയെ കിലോമീറ്ററിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്തെടുക്കണം? 18/5 വെച്ചിട്ട് വലിയ സംഖ്യ ആയിരിക്കണം നമുക്ക് എവിടെ വരേണ്ടത്? ന്യൂമറേറ്ററിൽ നമുക്ക് വരുന്നത്. ക്ലിയർ ആണ്? കിലോമീറ്റർ പെർ അവറിൽ നിന്ന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 5/18 കൊണ്ട്, മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് കിലോമീറ്റർ പെർ അവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 18/5 കൊണ്ട് വേണം മൾട്ടിപ്ലൈ ചെയ്ത്. തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, ഓർത്ത് വെച്ച് പഠിക്കും. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് എന്താണ് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം.
ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. 18 കിലോമീറ്റർ പെർ അവർ. 18 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് നോക്കാം. എന്നെടുത്താൽ മതി 18 ഇൻറ്റു 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എത്രയാണ്? ഇത് വെട്ടിപ്പോ എന്താണ് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒരു കിലോമീറ്ററിൽ 18 കിലോമീറ്റർ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാലും ഒരു സെക്കൻഡിൽ 5 മീറ്റർ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാലും അവിടെ എന്താണ് സെയിം ആണെന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി എന്താണ് 36 കിലോമീറ്റർ പെർ അവർ. 36 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുമ്പോൾ 36 ഇൻറ്റു 5/18 എത്രയായിരിക്കും? 36ഉം 18ഉം കൂടി ക്യാൻസൽ ആയിപ്പോ 2 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 10 മീറ്റർ പെർ സെക്കൻഡ് എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ അല്ലേ? 54 കിലോമീറ്റർ പെർ അവർ. 54 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 54 ഇൻറ്റു 5/18 അതിന്റെ വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 3 ഇൻറ്റു 5 15 മീറ്റർ പെർ സെക്കൻഡ് എന്നായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം, ഒന്ന് കൺവേർഷൻ പഠിച്ചു വെക്കാം. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ തിരിച്ച് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാനും നമ്മുടെ അടുത്ത് ചോദിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് 100 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ പെർ അവർ ആണെന്ന് നമുക്ക് നോക്കാം. എന്നെടുത്താൽ മതി 100 ഇൻറ്റു 18/5 എന്ന് നോക്കിയാൽ പോലെ 100നെയും 5നെയും കൂടി നമുക്ക് ക്യാൻസൽ ചെയ്യാം. എത്രയായിരിക്കും? 20. 20 ഇൻറ്റു 18 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 360 എന്താണ് കിലോമീറ്റർ പെർ അവർ ആണെന്ത് 100 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 360 കിലോമീറ്റർ പെർ അവർ. ഇവിടെ 36 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് 36 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുമ്പോൾ 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 100 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിന്റെ 10 ഇരട്ടി എത്രയാണ്? 360 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും നമുക്ക് വരുന്ന ആൻസർ. ക്ലിയർ ആണോ? ഇനി നമുക്ക് എന്താണ് 500 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് എത്ര കിലോമീറ്റർ പെർ അവർ ആണെന്ന് കണ്ടുപിടിക്കാൻ 500 ഇൻറ്റു 18/5 500നെയും 5നെയും കൂടി ക്യാൻസൽ ചെയ്യാം. 100 ഇൻറ്റു 18 എന്ന് പറയുമ്പോൾ 180 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും നമുക്ക് വരുന്ന ആൻസർ. ക്ലിയർ ആണോ? അപ്പൊ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക്, മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവറിലേക്കും കൺവേർട്ട് ചെയ്ത് നമ്മൾ അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഈ ഒരു ഇത്രയും പഠിച്ച കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. എ കാർ ഗോസ് 20 മീറ്റർ ഇൻ എ സെക്കൻഡ്, ഇറ്റ് സ്പീഡ് ഇൻ കിലോമീറ്റർ പെർ അവർ എന്ന് വെച്ചിരിക്കുന്നത്. ഒരു കാറ് 20 മീറ്റർ ഒരു സെക്കൻഡിൽ ട്രാവൽ ചെയ്യണം. അപ്പൊ ആ കാറിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? 20 മീറ്റർ ആണ്. എത്ര സെക്കൻഡിലും? ഒരു സെക്കൻഡിലാണ് 20 മീറ്റർ പെർ സെക്കൻഡ് അത് ട്രാവൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സ്പീഡ് കിലോമീറ്റർ പെർ അവറിൽ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ 20 മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് കിലോമീറ്റർ പെർ അവർ ആക്കാൻ നമ്മൾ എന്തെടുത്താൽ മതി? 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? 20/5 എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 18 എത്രയാണ്? 72 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും നമ്മുടെ ആൻസർ. ക്ലിയർ ആണോ? അടുത്തത് ഇതുപോലെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ സ്പീഡ് ഓഫ് എ കാർ ഈസ് 81 കിലോമീറ്റർ പെർ അവർ. ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ കാർ ഇൻ 24 സെക്കൻഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഈ ഇതിന്റെ സ്പീഡ് നമുക്ക് ഒരു കാറിന്റെ സ്പീഡ് നമുക്ക് കിലോമീറ്റർ പെർ അവറിൽ തന്നിട്ടുണ്ട്. അത് എത്രത്തോളം ഡിസ്റ്റൻസ് 24 സെക്കൻഡിൽ കവർ ചെയ്യുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ 81 കിലോമീറ്റർ പെർ അവർ 81 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് നമ്മൾ നോക്കാം. 81 ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 5/18. ഓക്കെ അല്ലെ? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 81നെയും 18നെയും നമ്മൾ 9 വെച്ച് ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഇവിടെ 9, ഇവിടെ 2 വരും. ഓക്കെ അല്ലെ? 45/2 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് നമ്മുടെ സ്പീഡ് കിട്ടിയത്. അപ്പൊ സ്പീഡ് ഉണ്ട്, ടൈം ഉണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം അല്ലെ? അപ്പം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈം അല്ലേ? അപ്പൊ സ്പീഡ് ഉണ്ട് 45/2 അതിന്റെ ടൈം എന്ന് പറയുന്നത് 24. ഓക്കെ അല്ലേ? അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? 24 സെക്കൻഡിൽ ആ കാർ എത്ര ദൂരം നമുക്ക് പോകുമെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. 24നെയും 2നെയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. 12. 45 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ 540 മീറ്റർ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ, ഫെർണാണ്ടോ ട്രാവൽസ് എ ഡിസ്റ്റൻസ് ഓഫ് എത്രയാണ്? 1850 കിലോമീറ്റർ അല്ലെ? എത്രയാണ് അയാളുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 1850 കിലോമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. അയാളുടെ ടൈം എന്ന് പറയുന്നത് 50 അവർ ആണെന്ന് പറയുന്നുണ്ട്. ഫൈൻഡ് ദി സ്പീഡ് ഇൻ കിലോമീറ്റർ പെർ അവർ. ഫൈൻഡ് ഈ സ്പീഡ് കിലോമീറ്റർ പെർ അവർ ഫോർ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ്. എന്താണ്? അയാളുടെ സ്പീഡ് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ചോദിച്ചിരിക്കുന്നത് അല്ലെ? സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ടൈം ആണ്. 1850 ഡിവൈഡഡ് ബൈ 50 ക്യാൻസൽ ചെയ്യുക. 185/5 എത്രയാണ്? 37 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും നമുക്ക് വരുന്ന ആൻസർ. അപ്പൊ നമുക്ക് ഇവിടെ 30 കിലോമീറ്റർ പെർ അവറിൽ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതായിരിക്കും വരുന്ന ആൻസർ. ഇനി നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് വേണ്ടെങ്കിൽ നമ്മൾ എന്തെടുത്താൽ മതി? 37 ഇൻറ്റു 5/8
90 നമ്മൾ ചെയ്ത് നോക്കാം. അപ്പൊ ഏകദേശം നമുക്കൊരു 10-നടുത്തൊരു വാല്യൂ വരും. കാരണം 36/18 ആണെങ്കിൽ 2 ആയിരിക്കും വരുന്നത്. അപ്പൊ ഇവിടെ 2 പോയിന്റ് സംതിങ് കിട്ടും. അപ്പൊ 10 ഏകദേശം 10-11 ഇടയ്ക്ക് എനിക്കൊരു വാല്യൂ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. 10 പോയിന്റ് സംതിങ് ഏകദേശം വാല്യൂ പറയുമ്പോൾ 10 പോയിന്റ് സംതിങ് ആയിരിക്കും വരുന്ന ആൻസർ. A cyclist cover a distance of 900 meter in 2 minutes 30 seconds. What is the speed in kilometer per hour എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒരാളുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 900 മീറ്റർ ആണ്. ഓക്കെ അല്ലെ? അയാളുടെ ടൈം എന്ന് പറയുന്നത് 2 minutes 30 seconds ആണ് അല്ലെ? അപ്പൊ 2 minutes 30 seconds എന്ന് പറഞ്ഞാൽ 2.5 മിനിറ്റ് ആണ് അയാൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ 2.5 മിനിറ്റിനെ നമ്മൾ എന്താക്കണം? ആദ്യം നമ്മുടെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലെ? 2 minutes എന്ന് പറഞ്ഞാൽ 120 സെക്കൻഡ്. അതേപോലെ തന്നെ 30 സെക്കൻഡ് കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ്? 150 സെക്കൻഡ് ആയിരിക്കും നമ്മുടെ എന്ത് ടൈം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിൽ നമുക്ക് എന്ത് കിട്ടും? സ്പീഡ് കിട്ടും അല്ലെ? അപ്പൊ സ്പീഡ് ഇൻ മീറ്റർ പെർ സെക്കൻഡ് ഈക്വൽ ടു 900 ഡിവൈഡഡ് ബൈ 150 എത്ര വരും? 90/15 ചെയ്യുക, എത്രയാണ്? 6 മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും നമുക്ക് വരുന്ന ആൻസർ. ഓക്കെ അല്ലെ? പിന്നെ 6 മീറ്റർ പെർ സെക്കൻഡ് നമ്മൾ എന്താക്കണം? കിലോമീറ്റർ പെർ അവറിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാം അല്ലെ? അപ്പൊ 6 ഇൻറ്റു എന്താണ് 18/5 ആയിരിക്കും എന്ത് നമ്മുടെ കിലോമീറ്റർ പെർ അവറിൽ വരുന്ന ആൻസർ. ഓക്കെ അല്ലെ? 6 ഇൻറ്റു 18/5 18/5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3.6 ആവുന്നതാണ് ആൻസർ. 3.6 ഇൻറ്റു 6 36 ഇൻറ്റു 6 എത്രയാണെന്ന് നോക്കാം. 36 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 6ന്റെ സ്ക്വയർ ആണ്. 6 എന്ന് പറയുമ്പോൾ 6. അപ്പൊ 6ന്റെ സ്ക്വയർ ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 6ന്റെ ക്യൂബ് ആവുന്നത് അല്ലെ? 6ന്റെ ക്യൂബ് എത്രയാണ്? 216. 36 ഇൻറ്റു 6 ആയിരുന്നുവെങ്കിൽ നമുക്ക് 216 കിട്ടണം. പക്ഷെ നമുക്ക് 216 എടുക്കാൻ പറ്റുമോ? കാരണം ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് അല്ലെ? അപ്പൊ 21.6 ആയിരിക്കും നമുക്ക് വരുന്ന ആൻസർ. ഓപ്ഷൻ ബി ആയിരിക്കും വരുന്ന ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ശരത് കംപ്ലീറ്റ്സ് ഹിസ് ജേർണി ഇൻ 8 hours. He covers half the distance is 90 km/h and the rest at 30 km/h. What is the length of the journey എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശരത് എന്ന് പറയുന്ന ഒരാള് 8 അവർ കൊണ്ടാണ് അയാൾ ട്രാവൽ ചെയ്തത്. അയാളുടെ എന്താണ് കുറച്ച് ദൂരം അയാൾ 90 km/hലും അടുത്ത പകുതി ദൂരം എന്താണ് 30 km/hലും അയാൾ ട്രാവൽ ചെയ്തുവെങ്കിൽ അയാളുടെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റിലത്തെ അയാളുടെ സ്പീഡ് എന്ന് പറയുന്നത് 90 ആണ്. സെക്കൻഡിലത്തെ അയാളുടെ സ്പീഡ് എന്ന് പറയുന്നത് 30 ആണ് അല്ലെ? ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 8 അവർ ആണ് അയാൾ ട്രാവൽ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അയാൾ എത്രത്തോളം ഡിസ്റ്റൻസ് അയാൾ ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മുടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ നമുക്ക് ഈ 90ഉം എന്താണ് 30യും നമുക്ക് ക്യാൻസൽ ആയി പോകുന്ന ഒരു സംഖ്യ നമ്മളത് അസ്യൂം ചെയ്യും. ഓക്കെ അല്ലെ? ആ സംഖ്യയെ നമ്മൾ ഡിസ്റ്റൻസിന്റെ പകുതിയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. കാരണം ഡിസ്റ്റൻസിന്റെ പകുതി വെച്ചിട്ടാണ് 90-ലും 30-ലും അയാൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 90-ലും 30-ലും ക്യാൻസൽ ആവുന്ന ഒരു സംഖ്യയെ നമുക്ക് അയാളുടെ ഡിസ്റ്റൻസിന്റെ പകുതിയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ അല്ലെ? അപ്പൊ ഡിസ്റ്റൻസിന്റെ പകുതി എന്ന് പറയുന്നത് ഞാൻ 90-നെ 30 LCM എടുത്താൽ മതി. എത്രയാണ്? 90 ആയിട്ട് നമ്മൾ എടുക്കുവാണ്. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് ഞാൻ 180 ആയിട്ട് ഞാൻ അസ്യൂം ചെയ്യുവാണ്. കറക്റ്റ് വാല്യൂ അല്ല, ഞാൻ ഡിസ്റ്റൻസ് ആയിട്ട് ഞാൻ 180 ആയിട്ട് അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ അല്ലേ? അപ്പം ഡിസ്റ്റൻസിന്റെ പകുതി 90 ആണ് എങ്കിൽ അയാൾക്ക് ഫസ്റ്റ് ഹാഫ് പോകാൻ എത്ര സമയം വേണമായിരിക്കും? 90 ഡിസ്റ്റൻസ് 90 സ്പീഡിൽ പോകുമ്പോൾ അയാൾക്ക് 1 അവർ ആയിരിക്കും അയാൾക്ക് വേണ്ടത് അല്ലെ? അടുത്ത 90 ഡിസ്റ്റൻസ് അയാൾ ഏത് സ്പീഡിലാണ് പോകുന്നത്? 30 സ്പീഡിലാണ് പോകുന്നത് അല്ലെ? അപ്പൊ അയാൾക്ക് എത്ര സമയം വേണം? 90/90 എന്ന് പറയുമ്പോൾ 1 പ്ലസ് 90/30 എന്ന് പറയുമ്പോൾ 3 അല്ലെ? 1 3 നോക്കുമ്പോൾ 4 അല്ലേ? അപ്പൊ ഈ 4 അവർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ സാധനമാണ് ക്വസ്റ്റ്യനിൽ എത്രയെന്ന് പറയുന്നത്? 8 അവർ എന്ന് പറയുന്നത് അല്ലെ? 4 എന്ന് പറയുന്നതിന്റെ വാല്യൂ ആണ് 8. അപ്പൊ 1 എന്ന് പറഞ്ഞ വാല്യൂ എത്രയായിരിക്കും? 8/4 എത്രയാണ്? 2 ആയിരിക്കും നമുക്ക് വരുന്ന ആൻസർ. 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ 2 കിട്ടി. അപ്പൊ നമുക്ക് 1 യൂണിറ്റ് 2 ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ എടുത്ത ഡിസ്റ്റൻസ് എത്രയാണ്? ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ 180 യൂണിറ്റിലെ നമ്മൾ എടുത്തത്. അപ്പൊ 1 യൂണിറ്റ് 2 ആണ് എങ്കിൽ 180 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 180 ഇൻറ്റു 2 എത്രയാണ്? 360 ആയിരിക്കും വരുന്ന ആൻസർ. 360 കിലോമീറ്റർ ആണ് അയാൾ ട്രാവൽ ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണോ? അസ്യൂം ചെയ്ത് പോയാൽ മതി. ഇതുപോലെ നമുക്ക് 90/30ക്ക് പകരം നമുക്ക് 180 തന്നെ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് എടുക്കാം. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ നമ്മൾ 180 ആണ്, നമുക്ക് 360 ആണ് ഡിസ്റ്റൻസ് വേണം അല്ലെ? അപ്പൊ 360യുടെ പകുതി എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാണ്? 180 പോകാൻ അയാൾക്ക് 90 സ്പീഡും അടുത്ത 180 പോകാൻ അയാൾക്ക് എത്രയാണ്? 30 സ്പീഡും എടുത്ത് ടോട്ടൽ 8 അവർ. ഓക്കെ അല്ലേ? അപ്പൊ ടോട്ടൽ 8 അവർ ആകുമ്പോൾ 180/90 എത്രയാണ്? 2 പ്ലസ് 180/30 എത്രയാണ്? 6. 2 + 6 8 തന്നെ നമുക്ക് കിട്ടുന്നില്ലേ? അപ്പം 360 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. അല്ലെങ്കിൽ നമുക്ക് ഓപ്ഷനിൽ നിന്ന് ഓരോ ഓപ്ഷൻസ് ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് ഓക്കെ ആണോ? എന്നിട്ട് എ സൈക്ലിസ്റ്റ് കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 750 meter in 2 minutes 30 seconds. വാട്ട് ഈസ് ദ സ്പീഡ് ഇൻ കിലോമീറ്റർ പെർ അവർ എന്നാ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? നമ്മൾ നേരത്തെ 90 മീറ്റർ വെച്ച് ചെയ്തു. ഇത്
എന്താണ് 750 വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 750 മീറ്റർ ആണ്. ടൈം എന്ന് പറയുന്നത് 2 മിനിറ്റ് 30 സെക്കൻഡ്. നേരത്തെ നമ്മൾ ചെയ്തതാണ് 2 മിനിറ്റിനെയും 30 സെക്കൻഡിനെയും നമ്മൾ എന്ത് ചെയ്തു, 2 മിനിറ്റ് 30 സെക്കൻഡിനെ നമ്മൾ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തു. എത്രയാണ്, 150 സെക്കൻഡ് ആണ് വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ സ്പീഡ് ഇൻ മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് നോക്കാം. 750 ഡിവൈഡഡ് ബൈ 150 ക്യാൻസൽ ചെയ്യുമ്പോൾ 75/15 5 മീറ്റർ പെർ സെക്കൻഡ് നമുക്ക് കിട്ടി. നമുക്ക് എന്തിലാണ് വേണ്ടത്, കിലോമീറ്റർ പെർ അവറിലാണ് വേണ്ടത് അല്ലെ? അപ്പൊ 5 × 18/5 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും നമുക്ക് വരുന്ന ആൻസർ. എത്രയാ, 5 5 ക്യാൻസൽ ചെയ്യുക, 18 കിലോമീറ്റർ പെർ അവർ ആണ് നമ്മുടെ ആൻസർ. 18 കിലോമീറ്റർ പെർ അവർ. ക്ലിയർ ആണോ? അടുത്തത്, എ ബസ് ട്രാവൽ എ ഡിസ്റ്റൻസ് ഓഫ് 250 കിലോമീറ്റർ അറ്റ് എ സ്പീഡ് ഓഫ് 50 കിലോമീറ്റർ പെർ അവർ. ഓക്കെ അല്ലേ? ഹൗ മച്ച് ടൈം വിൽ ടേക്ക് ടു കംപ്ലീറ്റ് ദ ജേർണി എന്നാണ്. ഒരു ബസ്സിന് ട്രാവൽ ചെയ്യേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 250 കിലോമീറ്റർ ആണ്. അയാളുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 50 കിലോമീറ്റർ പെർ അവർ ആണ്. അങ്ങനെയാണെങ്കിൽ അയാളുടെ എത്ര സമയം അയാൾ എടുക്കുമെന്നാണ്, 250 കിലോമീറ്റർ ട്രാവലിന് അയാൾ എത്ര സമയം എടുക്കുന്നതാണ് നമ്മുടെ ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ അല്ല, ഡയറക്റ്റ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്നിട്ടാൽ മതി ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ സ്പീഡ്, അതായത് 250 ഡിവൈഡഡ് ബൈ 50, 25/5 എന്ന് പറഞ്ഞാൽ 5 അവർ തന്നെയായിരിക്കും അയാൾ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. എന്താണ്, ഓപ്ഷൻ ബി ആയിരിക്കും വരുന്ന ആൻസർ. ക്ലിയർ ആണോ? അടുത്തത്, നേഹ വാക്സ് അറ്റ് ദ റേറ്റ് ഓഫ് 8 കിലോമീറ്റർ പെർ അവർ ആൻഡ് ക്രോസ് എ ബ്രിഡ്ജ് ഇൻ 27 മിനിറ്റ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ബ്രിഡ്ജ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നേഹ എന്ന് പറയുന്ന ആള് 8 കിലോമീറ്റർ പെർ അവറിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്. അയാൾ എന്താണ്, ഒരു ബ്രിഡ്ജ് 27 മിനിറ്റ് കൊണ്ടാണ് അയാൾ കവർ ചെയ്ത് വരുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ബ്രിഡ്ജിന്റെ ലെങ്ത് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ബ്രിഡ്ജിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഡിസ്റ്റൻസ് ആയിട്ട് നമുക്ക് അങ്ങ് എടുക്കാം. ഓക്കെ, ബ്രിഡ്ജിന്റെ ലെങ്ത് ആണ് നമ്മുടെ ഇവിടുത്തെ ഡിസ്റ്റൻസ്. സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, സ്പീഡ് എന്ന് പറഞ്ഞാൽ 8 കിലോമീറ്റർ പെർ അവർ ആണ് നമ്മുടെ സ്പീഡ്. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കുന്ന ബ്രിഡ്ജിന്റെ ലെങ്ത് മീറ്ററിൽ. അപ്പൊ കിലോമീറ്റർ പെർ അവറിനെ നമ്മൾ എന്താക്കണം, മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. എത്രയാ, 8 × 5/18 ആയിരിക്കും നമ്മുടെ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ടൈം എന്ന് പറയുന്നത് നമുക്ക് 27 മിനിറ്റ് ആണ്. നമുക്ക് ഇവിടെ ടൈം 27 മീറ്ററിലാണ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ സ്പീഡിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റി. അപ്പൊ ടൈമിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം, സെക്കൻഡിലേക്ക് മാറ്റണം അല്ലെ? അപ്പൊ 27 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 27 × 60 സെക്കൻഡ് ആയിരിക്കും വരുന്ന ആൻസർ. അപ്പൊ നമുക്ക് സ്പീഡ് ഉണ്ട്, ടൈം ഉണ്ട്. ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചൂടെ? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജിന്റെ ലെങ്ത് ആണ്, ഈക്വൽ ടു സ്പീഡ് × ടൈം. എന്താണ്, 8 × 5/18 ടൈം എന്ന് പറഞ്ഞാൽ 27 × 60. ക്ലിയർ ആണോ? ക്യാൻസൽ ചെയ്യാനുള്ളത് നമുക്ക് ഇവിടെ വെച്ചിട്ട് ക്യാൻസൽ ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്ത് സമയങ്ങളെ നിൽക്കണം, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്തോ. 27നെയും 18നെയും നമുക്ക് 9 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 3, ഇവിടെ 2 ആയിരിക്കും കിട്ടുന്നത്. 60/2 എന്ന് പറഞ്ഞാൽ 30 കിട്ടും. ക്ലിയർ ആണോ? നമുക്ക് എന്താണ്, 8 × 5 40, 40 × 3 120, 120 × 30, 120 × 3 12 × 3 എന്ന് പറയുമ്പോൾ 36, 120ന്റെ ഒരു 0, 30ന്റെ 0 എത്രയാണ്, 3600 മീറ്റർ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. 3600 മീറ്റർ ആയിരിക്കും ആ ബ്രിഡ്ജിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അടുത്തത്, ഹൗ ലോങ് വിൽ എ ബോയ് ടേക്ക് ടു റൺ എ റൗണ്ട് സ്ക്വയർ ഫീൽഡ് സൈഡ് 25 മീറ്റർ if he runs at the rate of 9 കിലോമീറ്റർ പെർ അവർ എന്നാണ് ഉള്ളത്. ഒരു ബോയ് എന്താണ്, ഒരു റൗണ്ട് എ സ്ക്വയർ ഫീൽഡ് ഓഫ് സൈഡ് എന്താണ്, ഒരു സ്ക്വയർ ഫീൽഡ് അയാൾക്ക് ചുറ്റും ഓടണം. സ്ക്വയർ ഫീൽഡിന് ചുറ്റും ഒരു ബോയ്ക്ക് ഓടണം. ആ ഒരു സ്ക്വയർ ഫീൽഡിന്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ 25 മീറ്റർ ആണ്. അയാളുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 9 കിലോമീറ്റർ പെർ അവർ. അങ്ങനെയാണെങ്കിൽ എത്ര സമയം അയാൾക്ക് എടുക്കുമെന്ന് ചോദിച്ചിട്ടുള്ളത്. ഈ സ്ക്വയർ ഫീൽഡ് ആകുമ്പോൾ അതിന്റെ എല്ലാ സൈഡും എന്തുമായിരിക്കും, സെയിം ആയിരിക്കും അല്ലെ? അപ്പൊ ഒരു സൈഡ് 25 ആണെങ്കിൽ ബാക്കി എല്ലാ സൈഡും എന്തുമായിരിക്കും, 25 ആയിരിക്കും അല്ലെ? അപ്പൊ അയാളുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, ഈ സ്ക്വയറിന്റെ പെരിമീറ്റർ ആണ്. അതായത് 4 × 25, അതായത് 100 ആയിരിക്കും അയാളുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ? അയാളുടെ സ്പീഡ് എന്ന് പറയുന്നത് 9 കിലോമീറ്റർ പെർ അവർ ആണ്. നമുക്ക് ഇവിടെ 25 മീറ്റർ ആണ് തന്നിട്ടുള്ളത്, ഇവിടെ കിലോമീറ്റർ പെർ അവർ. ആൻസർ എടുക്കുന്നത് മൊത്തം സെക്കൻഡിൽ. അപ്പൊ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം, മീറ്റർ പെർ സെക്കൻഡിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം അല്ലെ? 9 കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 5/2 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. ക്ലിയർ ആണോ? അപ്പൊ ഡിസ്റ്റൻസ് ഉണ്ട്, സ്പീഡ് ഉണ്ട്. ടൈം കണ്ടുപിടിച്ചാൽ പോരെ? ടൈം എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ് അല്ലേ? 100 ഡിവൈഡഡ് ബൈ 5/2. അതല്ല എങ്കിൽ 100 × 2 ഡിവൈഡഡ് ബൈ 5. ഈ 2 അങ്ങ് എഴുതും.
ഓക്കെ അല്ലേ? അപ്പൊ 100ഉം 5ഉം കൂടി ക്യാൻസൽ ആയി പോയി 20. 20 × 2 എത്രയാണ്? 40 സെക്കൻഡ് കൊണ്ടാണ് അയാൾ ഇത് കവർ ചെയ്ത് വരുന്നത്. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ, എ കാർ ടേക്സ് 5 hours to cover a distance. If its speed is 30 km/h, what should be its speed to cover the same distance in 2.5 hours എന്ന് ചോദിച്ചത്. ഒരു കാറിന് 5 മണിക്കൂർ വേണം 30 km/h പോയുമ്പോൾ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ സ്പീഡ് ഇൻറ്റു ടൈം എന്ന് നമുക്ക് എടുക്കാം. ഒന്നാമത്തെ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാണ്? 30 ആണ്. ഒന്നാമത് എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ 5 ആണ്. ഓക്കെ അല്ലെ? 30 × 5 150 കിലോമീറ്റർ ആണ് നമുക്ക് അപ്പൊ ട്രാവൽ ചെയ്യേണ്ടത്. ഇതേ 150 കിലോമീറ്റർ ഇയാൾക്ക് 2.5 അവർ കൊണ്ട് ട്രാവൽ ചെയ്യുന്നുവെങ്കിൽ ഇയാളുടെ സ്പീഡ് എത്രയാവുമെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ആയിരിക്കത്തില്ലേ സ്പീഡ് എന്ന് പറയുന്നത്? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 150 ഡിവൈഡഡ് ബൈ 2.5 അവർ. 2.5 എന്ന് പറയുമ്പോൾ എന്താണ്? 5/2. ഈ 2 അങ്ങ് മേളും. ഓക്കെ അല്ലെ? 150/5 എന്ന് പറഞ്ഞാൽ 30. 30 × 2 60 km/h ആയിരിക്കും നമ്മുടെ എന്താണ് സ്പീഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ? ഇതല്ല എങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡിൽ ചെയ്യാം. എന്താണ്? രണ്ട് എടുത്തും ഡിസ്റ്റൻസ് സെയിം ആണ്. രണ്ടിടത്തും ഡിസ്റ്റൻസ് നമുക്ക് ഇക്വേറ്റ് ചെയ്താലും മതി. ഓക്കെ അല്ലെ? 5 അവർ കൊണ്ട് 30 km/h പോകുന്നതും 2.5 മണിക്കൂർ കൊണ്ട് എത്രയോ സ്പീഡിൽ പോകുന്നതും സെയിം ഡിസ്റ്റൻസ് തന്നെയാണ്. ഓക്കെ അല്ലെ? അപ്പൊ 5 ഇൻറ്റു ടൈം 5 ആണ് ഇൻറ്റു 30 ഈക്വൽ ടു 2.5നെ നമുക്ക് വേണമെങ്കിൽ 5/2 എന്ന് എഴുതാം. ഇൻറ്റു എന്താണ്? അടുത്ത സ്പീഡ് നമുക്ക് അറിയത്തില്ല, S2 നമുക്ക് എഴുതാം. ഓക്കെ അല്ലെ? ഈ 5ഉം ഈ 5ഉം ക്യാൻസൽ ആയിപ്പോൾ 30നെ ഇപ്പുറത്തുനിന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 30 × 2 60 ആയിരിക്കും രണ്ടാമത്തെ സ്പീഡ് 60 km/h. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്തു പോകാം.